കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ട് ചുരത്തിൽ തമിഴ്നാട് മുന്തലിനും പുലിയൂത്തിനും ഇടയിലാണ് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത്. 3 പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവുമുണ്ടായി. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് പുലർച്ചെയാണ് വണ്ടിപ്പെരിയാർ വാളാടിയിൽ മരം കടപുഴകി വീണ് അരശൻകുഴി സ്വദേശി ശങ്കരന്റെ വീട് ഭാഗികമായി തകർന്നത്. റോഡിന്റെ മറുവശത്ത് നിന്ന മരമാണ് കടപുഴകിയത്. ഇതോടെ വാളാടി ചങ്കര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വീടിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകളും ഒരു കാറും മരം വീണതോടെ തകർന്നു. ഞങ്ങളുടെ ഭവനം മാത്രമല്ല, ഇതുപോലെയുള്ള ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ, കൊമ്പുകളെല്ലാം മുറിച്ച് എത്രയും പെട്ടെന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തിരുന്നു, ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ ഭാഗത്തിരുന്ന് അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഉടനെ ഉണ്ടാകണം എന്ന് മാത്രം എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. നെടുങ്കുണ്ടം വെസ്റ്റ് പാറയിലും മരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. വീടിന് സമീപത്ത് നിന്ന് തെങ്ങാണ് കടപുഴകിയത്. വീട്ടമ്മയോട് രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.